വാപ്പാനോട് പോയിട്ട് നിങ്ങളെ മൂത്ത മോണ്ടല്ലോ സാക്കറ് എന്തപ്പോ ഓനെ പറ്റി എന്തപ്പോ എന്റെ നിലപാട് എന്തപ്പോ വിരലുണ്ടോ നോക്കലുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോഴാണേ നമ്മളെ വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ മനസ്സ് ശരിക്കും അറിയാം. അതങ്ങനെയാണ്. നമ്മളെ നാട്ടില് ഒരു വാപ്പാക്ക് 2 മക്കളുണ്ട്. മൂത്ത ആള് പാവാണേ, വാപ്പാനെ നോക്കലും മരുന്നും മുക്കടിയും കുളിപ്പിക്കലും തിരുമ്പലൊക്കെ ഓനാ. ഇളയോണ്ടല്ലോ ആന വളവനാ. മാസത്തിലൊരിക്കൽ ബാപ്പാനെ കാണാൻ വരും. വരുമ്പോ ഒരു ദശമൂലാരിഷ്ടത്തിന്റെ കുപ്പിയും 50 നോട്ടും ബാപ്പാക്കാൻ കൊടുക്കും. എന്നിട്ട് ബാപ്പ എന്താ പറയാറിയോ, വല്യോൻ പൊട്ടനാ, ഓനെ കൊണ്ട് കാര്യമൊന്നുമില്ല, വല്ലോം കിട്ടണമെങ്കിൽ മറ്റോൻ വരണത്. ആന വളവനാണേ. 50 റുപ്യ ദശമൂലാരിഷ്ടം കൊടുത്ത് ബാപ്പാന്റെ മനസ്സും കൊണ്ട് പോയിക്കുക. ബാപ്പാനെ ഫുള്ള് നോക്കണോണ്ടല്ലോ ഓനെ കുറിച്ച് ബാപ്പ പറഞ്ഞു ഓൻ പൊട്ടനാണ്, ഓനെ അറിയില്ല എന്ന് പറഞ്ഞേ. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കടമകൾ നിർവഹിക്കുക. നമ്മളെ ബാപ്പാനോട് ചോദിക്കുക, അല്ല എന്താ അപ്പൊ മക്കളെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു ബാപ്പിയും പറയില്ല എന്റെ മകനെ അടിച്ചു, എന്റെ മകനെ ചവിട്ടി, എന്റെ മകന് കുത്തി, എന്റെ മകനെ പട്ടിണി കിട്ടു, എന്റെ മകനെ ആശുപത്രി കൊണ്ടുപോയില്ല, ഓൻ എന്നെ വൃദ്ധസദനത്തിലാക്കാൻ ശ്രമിച്ചു എന്ന് ഒരു ബാപ്പിയും പറയില്ല. പിന്നെ എന്താ പറയാ നിങ്ങള്? ഓന്റെ വർത്താനം സഹിക്കാൻ വയ്യ, ഓന്റെ നാവ് സഹിക്കാൻ വയ്യ, ഓന്റെ പെണ്ണുങ്ങളെ വർത്താനം സഹിക്കാൻ വയ്യ, ഓന്റെ കുട്ടികളെ വർത്താനം താങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് നല്ല വലിയ വീട് ഓൻ കയറ്റിയിട്ടും ഞങ്ങൾ 2 ആളും അവിടുന്ന് ഇറങ്ങിയിട്ട് ഈ പഴയ പെരിയിൽ വന്ന് പാർക്കണത് വേറെ ഒന്നുകൊണ്ടല്ല, ഓലെ വാക്ക്, ഓലെ സംസാരം അത് സഹിക്കാൻ വയ്യ. ഇതന്നെ പ്രശ്നം. നമ്മളെ വാപ്പിമ്മയൊക്കെ ഏറ്റവുമേറെ വേദനിച്ചതേ നമ്മുടെ ചില വാക്കുകൾക്ക് മുമ്പിലാ. നമ്മൾ പറഞ്ഞ ചില മറുപടികള്, നമ്മൾ പറഞ്ഞ ചില വാക്കുകള്, നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങള്, അതിനു മുമ്പിലാണ് നമ്മുടെ ബാപ്പയും ഉമ്മയും കടാര കൊണ്ട് കുത്തേറ്റതുപോലെ പൊളഞ്ഞു പോയത്, കരഞ്ഞു പോയത്. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞ് വലാ തഖുല്ലഹുമാ ഉഫിൻ, അനിഷ്ടത്തിന്റെ ഒരു വാക്ക് നിന്റെ മാതാപിതാക്കളോട് പറയരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ഇതൊക്കെ കേട്ടാലും ഞാൻ എന്റെ വാപ്പാനോടും ഉമ്മാനോടും നല്ല നിലക്കെ സംസാരിക്കൊള്ളൂ എന്ന് മനസ്സിൽ കുറിച്ചു വെച്ചാലും ഉമ്മാന്റെയും ബാപ്പാന്റെയും മുമ്പ് കണ്ട് എത്തുമ്പോണ്ട് നമ്മളെ സ്വഭാവത്തിനൊരു മാറ്റം. ഞാൻ ഈ ടീനേജേഴ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോഴേ നാട്ടിലൊരു ഹൈസെക്കില് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ ഏറ്റവും മനോഹരമായി സംസാരിക്കൽ ആരോടാണ്? ഒരു കുട്ടി, ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയാണല്ലോ, ഒരു മടിയില്ലാതെ പറഞ്ഞു ഞങ്ങളുടെ ലവറിനോടാണ് പറഞ്ഞു. ഒരു സ്നേഹിക്കുന്ന ആണോ പെണ്ണോ ആവട്ടെ അവരോടാണ് ഏറ്റവും നല്ല ചക്കരവർത്തമാനം പറയല്. പിന്നെ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഏറ്റവും ദേഷ്യപ്പെട്ട് ഏറ്റവും വെറുപ്പുള്ള മുഖത്തോടുകൂടി നിങ്ങൾ ആരോടാ സംസാരിക്കലേ? ആ കുട്ടി ചാടി എണീറ്റ് പറഞ്ഞേ, എന്റെ ഉമ്മാനോട് സംസാരിക്കണത്ര റഫായിട്ട്, ഉമ്മാനോട് സംസാരിച്ചത്ര പരുഷായിട്ട്, ഉമ്മാനോട് സംസാരിച്ചത്ര കഠിനമായിട്ട് വേറെ ആരോടെങ്കിലും ഈ ലോകത്ത് നമ്മൾ സംസാരിച്ചിക്കണോ? എന്റെ കാര്യങ്ങള് ഇങ്ങോട്ട് കിട്ടും ചിലപ്പോ. ഉമ്മയതുകൊണ്ടേ ഉമ്മ പാവം തിരിഞ്ഞു പോകുള്ളൂ. അതുകൊണ്ട് ഉമ്മാനോട് എന്തു പറയാ? ഉമ്മാനോടൊക്കെ സംസാരിച്ച സംസാരങ്ങൾ ഉമ്മൊക്കെ ചോദിച്ച, മോനെ ഇപ്പൊ എന്തിനാ പോണത്? ഈ മഴയത്ത് പോയാൽ ജലദോഷം പിടിക്കൂലേ? എന്താ അതിനൊക്കെ നമ്മൾ കൊടുക്കണം മറുപടി അറിയങ്ങള് അല്ലേ? ഭയങ്കര അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടീനോട് ചോദിക്കണേ, മോനെ വാപ്പ പോവട്ടോ, വാപ്പ വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ വൈകുന്നേരം? കുട്ടി ചോക്ലേറ്റിന്റെ പേര് പറഞ്ഞു, അത് കൊണ്ടുവരണം. എത്രണ്ണം വേണ്ടേ? 2 എണ്ണം. ഓന് 2 വരെ എണ്ണാൻ അറിയുള്ളൂ, അതുകൊണ്ട് കഴിച്ചിലായി. ആ ബാപ്പ വരുമ്പോ 2 ചോക്ലേറ്റ് കൊണ്ടുട്ടോ, മോൻ ബാപ്പാക്കൊരു ഉമ്മാട്ടിക്ക. കുട്ടി ഓടി വന്ന് നമ്മുടെ മുഖത്തൊരു ഉമ്മ തന്നപ്പോ എന്തൊരു സന്തോഷാരങ്ങള്. ആ സന്തോഷത്തോടെ കാറിലേക്കാണ് കയറുമ്പോൾ ബേക്കുന്നൊരു വിളി, എടാ. ആ ഒച്ച കേക്കണ ദേശീയ ഉമ്മയുടെ എന്തേലും വണ്ടി ബലി ഉണ്ടാവും. തിരിഞ്ഞു നോക്കിയപ്പോണ്ട് വാതിൽ പൊളിയുടെ പിന്നിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുക അമ്മ. ഉമ്മാർക്കൊക്കെ ഇപ്പം നമ്മളോട് സംസാരിക്കാൻ പേടിയാണേ. എന്തേ ആ എന്തേന്റെ ഒരു കനത്തിരങ്ങൾ എന്തേ? പാവമ്മ വിക്കിയ വാക്കുകളിൽ പറഞ്ഞു ഒപ്പിക്കുകയാണ്. പിന്നെ ഉമ്മാന്റെ ആ വേദനക്ക് കഴിച്ചിരുന്ന ഗുളിക കഴിഞ്ഞിട്ട് 4 ദിവസമായി. ഇനി അത് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ വേദന പിന്നെയും വരുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി വൈകുന്നേരം വരുമ്പോ 10 ഉറുപ്പ്യക്ക് ആ ഗുളിക വാങ്ങി വരണം കേട്ടോ. നമ്മുടെ കുട്ടി വാങ്ങാൻ ഏൽപ്പിച്ച ചോക്ലേറ്റിന്റെ 4-1 വില, ഉമ്മാന്റെ ഗുളികക്ക് 10 ഉറുപ്പ്യ. പക്ഷെ നമുക്ക് സഹിച്ചില്ല. തിരിഞ്ഞു നിന്നിട്ട് 2 ഒച്ച. എന്തിനാ നിങ്ങൾക്ക് മരുന്ന്? പറഞ്ഞാ കേൾക്കൂല, ഒരു ഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കൂല, മനുഷ്യന്റെ പൈസ കളയാൻ വേണ്ടി ഒരു സാധനം. എന്തൊക്കെയാ പറഞ്ഞേ? പാവമ്മ കൺകോണുകളിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർത്തുള്ളികൾ മറ്റാരും കാണാതിരിക്കാൻ, ചുണ്ടോളം വന്ന വിതുമ്പലുകൾ മറ്റൊരാൾ അറിയാതിരിക്കാൻ, തലയിലെ പുള്ളിത്തട്ടത്തിന്റെ തല കടിച്ചുപിടിച്ച് ചുമരുമ്മ പറ്റിപ്പിടിച്ച് വേദനിക്കുന്ന കാലമർത്തിച്ച വിട്ടി നമ്മുടെ ഉമ്മ തിരിച്ചു നടന്നത്.
ഇന്നൊന്നലേക്കല്ലേ അല്ലേ? വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ. ഞാന് എന്റെ ഒരു അനുഭവം ഞാന് ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. നിങ്ങൾ കേട്ടത് ഇക്കാരം കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോളി ഒന്നും കൂടി അങ്ങോട്ട് കേട്ടളേ, നഷ്ടാവൂല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ആ സുഹൃത്തിന്റെ ഫോൺ ഉള്ളിന്ന് ഇങ്ങനെ ബെല്ലടിച്ചേ. അപ്പൊ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നോക്കി എന്റെ ഫോൺ അടിക്കുന്നുണ്ട്, ഉമ്മ ഫോൺ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പോയിട്ട് ആ ഫോൺ എടുക്കട്ടെ. എനിക്ക് അയാളോട് ദേഷ്യം വന്ന്, അയാൾ ഉമ്മ ഫോൺ എടുത്താൽ എന്താ പറ്റുക? ഭാര്യ എടുത്താൽ ചിലപ്പോ ചില ഫോൺ കോൾ പ്രശ്നമാവും, ഉമ്മ എടുത്താൽ എന്താ പറ്റുക? പക്ഷേ അയാള് വീടിന്റെ വരാന്തയിലേക്ക് ഓടി കയറും മുമ്പ് അയാൾ പേടിച്ചതുപോലെ അയാളെ ഉമ്മണ്ട് ഫോണുമായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാൾ എന്തിനാണ് ഉമ്മാനെ പേടിച്ച്. ഉമ്മാക്ക് പാർക്കിൻസൺസിന്റെ അസുഖ, ഉമ്മ ഇങ്ങനെ വരച്ച് വരുന്നേ, ഉമ്മാന്റെ കയ്യിൽ കടന്ന വലിയ ഫോൺ ഇങ്ങനെ ബറക്കണേ. എനിക്ക് എന്നെ പേടി തോന്നി, പേടിച്ചതുപോലെ ആ ഫോൺ കിടക്കണം നിലത്താണ് വീണ്. അന്തം വിട്ടൊരു കുട്ടിയെ പോലെ ഉമ്മ ഇങ്ങനെ നിഷ്കളങ്കയായ കുട്ടിയെപ്പോലെ നിൽക്കുക അമ്മ. ഈ മകൻ കുനിഞ്ഞ് നിലത്ത് വീണ ഫോൺ ഇങ്ങനെ എടുത്തു നോക്കിയപ്പോഴേ 8 കാലി വല കെട്ടിയതുപോലെ ഫോണിന്റെ സ്ക്രീന് മൊത്തം പൊട്ടിയിട്ടുണ്ട്. ഉമ്മ അന്തം വിട്ടിക്കുക. ഈ മകൻ ആ ഉമ്മയെ ചേർത്ത് പിടിച്ചിട്ടേ ഉമ്മാന്റെ കവിളത്തൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ എന്റെ ഫോണ് പഴയ ഫോണ്, ഇത് മാറ്റായിട്ട് എല്ലാവരും എന്നെ കളിയൊക്കേനി, ഉമ്മ അത് പൊട്ടിച്ചെന്നല്ലോ, എനിക്കിഞ്ഞ് നാളെ പുതിയ ഫോൺ വാങ്ങാലോ എന്ന് പറഞ്ഞ് ഉമ്മാനെ ചേർത്ത് പിടിച്ച അയാള് ഉമ്മാനെ വീടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടേ തിരിച്ച് എന്റെ അടുത്ത് വന്ന് പറയണേ, 65,000 ഉറുപ്പിക ശാക്കര വില ഒരു മാസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതല്ലല്ലോ പറഞ്ഞേ, നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞേ പഴയ ഫോണെന്നല്ലേ. അപ്പൊ ആ സുഹൃത്ത് പറയണേ, ഉമ്മ നിങ്ങൾ എന്തിനാണ് എന്റെ പുതിയ ഫോണ് പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ, ശാക്കറെ ഞാനിപ്പൊ അങ്ങാടിക്ക് വിളിച്ചു പറഞ്ഞാലേ 65,000 ഒരു ഫോൺ 5 മിനിറ്റ് കൊണ്ട് എന്റെ വീട്ടിലെത്തും, എനിക്ക് അതിന് സാമ്പത്തികമായി കഴിവുണ്ട്. പക്ഷേ ഉമ്മ നിങ്ങൾ എന്തിനാ എന്റെ ഫോണ് പൊട്ടിച്ചതെന്ന് ഞാനൊന്ന് കർശനമായി ചോദിച്ചാലേ അതിന്റെ ഉമ്മാന്റെ മനസ്സിലുണ്ടാക്കുന്ന വേദന അത് മാറ്റാൻ 65 ലക്ഷം കൊണ്ട് സാധിക്കോ ശാക്കറെ? എന്തിനാ നമ്മൾ വേദനിപ്പിക്കുന്നത്? ഞാൻ ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഒരുപാട് ചെറുതായി പോയി. നന്മയുടെ അവസാനിക്കാത്ത നന്മയുടെ ചില കിരണങ്ങൾ ഈ ലോകത്ത് ബാക്കിയുണ്ട് എന്ന് ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, നിങ്ങളുടെ മാതാപിതാക്കളോട് ആർദ്രമായ നന്മയുടെ നല്ല വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ. നല്ല വർത്താനം എന്തായിക്കോട്ടെ, ഉമ്മയും ബാപ്പയും വയസ്സായ ഉമ്മാനെയും ബാപ്പാനെയും നോക്കലേ ചില്ലറ പണിയൊന്നല്ല, നല്ല പണിയാ. നമ്മൾ വിചാരിച്ചിരുന്ന എതിരെ പോലെ വിചാരിക്കുക. നമ്മൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിന് എതിര് പറയാ. ആയിക്കോട്ടെ, നമുക്ക് സ്വർഗം തരാ, ബദറിലും മുഹദിലും പങ്കെടുത്ത് നടക്കാനുള്ള കൂലി ഈ ബാപ്പാനെയും ഉമ്മാനെയും നോക്കിയാൽ തരാന്ന് പറഞ്ഞ വെറുതെ അല്ല, നല്ല പണിയാ. എന്റെ സുഹൃത്തെ പാവയിനി മണല് പഠിക്കാരനാ, ഓന് ബാപ്പല്ല, ബാപ്പെന്നോ മരിച്ചു വയ്ക്കണ്, ഉമ്മ മാത്രമാണ് നോക്കി വളർത്തിയതേ. അങ്ങനെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 6 ദിവസം ഒരാഴ്ച പണിക്കൊന്നും പോയില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞോ വീണ്ടും മണൽ കോരാൻ പോകാൻ തുടങ്ങി. രാത്രി 2 മണിക്കൊക്കെ വരിക. ഒരു ദിവസം രാവിലെ എന്റെ വീട്ടിക്ക് ശാക്കര വേമ്പ എന്തേ? ഞാൻ വിചാരിച്ചു എന്തേ നോക്കിയാ എന്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഉമ്മ വിളിച്ചിട്ട് വരുന്നില്ല, ഇതൊന്ന് വാ. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം കേട്ടോളിട്ടോ. ഇപ്പം സാധാരണ പെണ്ണ് കെട്ടുന്നതിന് മുമ്പേ 2 മണിക്ക് മണല് കോരി തണുത്ത് വിറച്ച് വരുന്നവരെ ഈ ഉമ്മ ലൈറ്റ് ഓഫ് ആക്കാതെ ഉറങ്ങാതെ കിടക്കും. ഇപ്പം വന്ന് വാതിൽമ കൊട്ടുമ്പോ ഉമ്മ എണീറ്റ് ഓന്റെ തല തോർത്തി കൊടുത്ത് ഓന് ചോറ് വിളമ്പിക്കൊടുത്ത് ഉമ്മ അവിടെ ഇരിക്കും. മകൻ ചോറ് തിന്നിട്ട് ഓൻ പോയി കടന്നിട്ട് ഉമ്മ പാത്രങ്ങൾ കഴുകി അടുക്കളയിൽ വെച്ചിട്ട് തിരിച്ച് മകന്റെ മുറിയിൽ വന്ന് അവനെ പുതപ്പ് കൊണ്ട് പുതച്ചു കൊടുത്തിട്ട് ഉമ്മ ലൈറ്റ് ഓഫ് ആക്കി പോയി കിടക്കും. ഇതാ എന്നത്തെ പരിപാടി. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം 2ാമത് പണിക്ക് പോയി തുടങ്ങി. ഓൻ വീട്ടിൽ വന്നപ്പോ ആദ്യത്തെ ദിവസം കൺഫ്യൂഷൻ. എന്താ കൺഫ്യൂഷൻ? ഉമ്മാനെ വിളിക്കണോ പെണ്ണുങ്ങളെ വിളിക്കണോ? രണ്ടാളുണ്ടല്ലോ പേരില്. അപ്പൊ ഓൻ തോന്നി ഉമ്മ പാവം ഇത്രയും കാലം എനിക്കും വേണ്ടി ഉറക്കൊഴിച്ചല്ലേ, ഉമ്മ ഉറങ്ങിക്കോട്ടെ. ഓൻ മെല്ലെ പോയിട്ട് പെണ്ണുങ്ങൾ കിടക്കുന്ന റൂമിന്റെ ജനലൊക്കെ കുട്ടി. അവൾ എണീറ്റ് വന്ന് ലൈറ്റിട്ട് ചോറ് വിളമ്പിക്കൊടുത്ത് ഓല് ചിരിച്ചു കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് കിടന്ന് ഈ ഉമ്മണ്ടല്ലോ ഉറങ്ങാതെ കിടക്കേനി. മകൻ വരുമ്പോ എണീറ്റ് വാതിൽ തുറന്ന് ചോറ് വിളമ്പിക്കൊടുത്ത് അവനെ പുതപ്പിച്ച് കിടത്താൻ ഉറങ്ങാതെ കിടക്കുന്ന ഉമ്മ പെട്ടെന്ന് മനസ്സിലാക്കി എന്റെ മകൻ ഇന്നെ വേണ്ടാതെ ഇക്കണ്, ഓന് വേറെ ആളെ കിട്ടിയിക്കണ്. രാവിലെ നിസ്കാര കുപ്പായം 2 കൂട്ടർ കുണി കുപ്പായം പ്ലാസ്റ്റിക്കിന്റെ കവറിലിട്ട് ഉമ്മ പോയി. ഞാൻ പിന്നാലെ ചെന്ന് ഉമ്മ ഇങ്ങളെങ്ങട്ടാ പോണേ? ഉമ്മ പറഞ്ഞു
ഇനി ഞാനെന്തിനാ, ഓനാളായില്ലേ, ഞോന് ഞാൻ വേണ്ടല്ലോ, ഞോനും ഓളും ജീവിച്ചോട്ടെ, ഞാൻ എങ്ങട്ടേലും പോയിക്കോളാം. ആ മകനെ കുറ്റപ്പെടുത്താൻ പറ്റൂ? അങ്ങനെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളോട് ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ, നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത, നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടാവും. കാരണം അവർ വൃദ്ധന്മാരാണ്. തലച്ചോറിന്റെ ശേഷി ചുരുങ്ങി 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 പലതും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ചില ആൾക്കാർ പറയേ, എന്റെ ഇടങ്ങേറിന്റെ അമ്മാക്കാൻ മനസ്സിലാക്കിക്കൂടെ? മനസ്സിലാവൂല. ഒരു വയസ്സായിക്കണേ, ഓരോ തലച്ചോറ് ചുരുങ്ങി ചുരുങ്ങി വരിക, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. എന്റെ ഉമ്മാക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്റെ ബാപ്പാക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് നമ്മളാ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി നമ്മൾ അവർക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നത്. വേണ്ടാത്ത ഒരു വാക്ക് ആ മാതാപിതാക്കള്, നമ്മള് അവരെ വിഷമിപ്പിക്കുന്ന, നമ്മൾ കാരണത്താൽ ഒരു തുള്ളി കണ്ണീര് ഭൂമിയിൽ വീഴരുത് അവരുടേത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്താ നിങ്ങള്, മാതാപിതാക്കളെ എടങ്ങേറാക്കിയ വേദനിപ്പിച്ച മക്കൾക്ക് ഈ ലോകത്ത് അവരുടെ മക്കളിൽ നിന്ന് അത് അനുഭവിച്ചിട്ടേ ഓൾക്ക് മരിച്ചു പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അത് ഈ ലോകത്തിന്റെ ഒരു ചരിത്ര. ഒരു കഥ നിങ്ങൾ വായിച്ചില്ല കഥ? ഒരു വാപ്പ ഒരു വീട്ടില് വല്യച്ഛനും വല്യച്ഛന്റെ മകനും ആ മകന്റെ മകനും, അങ്ങനെ 3 തലമുറ ജീവിക്കുന്ന വീടാ. അതിൽ വല്യച്ഛൻ മരിച്ചു. വല്യച്ഛൻ മരിച്ചപ്പോ വല്യച്ഛൻ ഉപയോഗിച്ചിരുന്ന പഴയ സാധനമൊക്കെ പാടെ വേസ്റ്റ് അച്ഛൻ കൊണ്ടുപോയി പറമ്പിൽ കൊണ്ടുപോയിട്ട്, പിന്നെ വൈകുന്നേരം അച്ഛൻ വന്നപ്പോ കണ്ട കാഴ്ച എന്നറിയോ? മകനുണ്ട് ഈ വലിച്ചെറിഞ്ഞ വേസ്റ്റിൽ എന്തോ കാര്യമായിട്ട് തെരീണ്. അപ്പൊ അച്ഛൻ വന്ന് മകന്റെ അടുത്തിരുന്ന് ചോദിച്ചത്രേ, നീ എന്താ മോനെ തെരീണ്? അപ്പൊ മോൻ പറഞ്ഞു, നമ്മളെ വല്യച്ഛന് കഞ്ഞി കൊടുത്തിരുന്ന ഒരു നെളുങ്ങിയ അലുമിനിയ പാത്രല്ലേ, അത് വലിച്ചെറിഞ്ഞിക്കണ്, ഞാൻ അതൊന്ന് തെരഞ്ഞു നോക്കിയതാ. അപ്പൊ അച്ഛൻ ചോദിച്ചു മോനോട്, മോന് വല്യച്ഛനോട് അത്ര ഇഷ്ടായിരുന്നോ വല്യച്ഛന്റെ പാത്രമൊക്കെ എടുത്ത് സൂക്ഷിക്കാൻ? മോൻ പറഞ്ഞു, വല്യച്ഛനോട് ഇഷ്ടായിട്ടൊന്നല്ല, വല്യച്ഛന് അച്ഛൻ കഞ്ഞി കൊടുത്തിരുന്നത് ഈ നെളുങ്ങിയ പാത്രത്തിലല്ലേ. ഇനി അച്ഛന് വയസ്സാവുമ്പോ അച്ഛന് കഞ്ഞി തരാൻ ഒരു നെളുങ്ങിയ പാത്രം എനിക്ക് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് അച്ഛന് കഞ്ഞി തരാൻ വേണ്ടി ഈ നെളുങ്ങിയ പാത്രം ഞാൻ പാത്തുവെക്കും എന്ന് പറഞ്ഞ മക്കള്. അതൊരു കഥയാണെങ്കിലും വർത്തമാനകാലത്തിന്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കള് കാണട്ടെ, നമ്മളെ വാപ്പാനും ഇമ്മാനെയും നമ്മൾ എങ്ങനെ നോക്കുന്നുണ്ട് അത് കാണട്ടെ. അത് കണ്ടിട്ട് നമ്മളെ അവർ ഉപേക്ഷിക്കുകയില്ല എന്ന നല്ല തീരുമാനം നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് കുറച്ചു കഴിഞ്ഞാൽ പറ്റൂല. ഇപ്പോ ഈ ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കളെ ചേർത്തിരുത്തിട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പുമായി അവരെ ചേർത്ത് വെക്കണം. ഇല്ലെങ്കിൽ മക്കൾ പോകും. അത് ചേർത്ത് വെക്കണമെങ്കിലേ നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയമിടിപ്പ് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്തെ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോ സ്കൂളില് ഒരു ടൂറ് അനൗൺസ് ചെയ്ത്, മൈസൂരിലേക്കാണ് ടൂറ്. 125 ഉറുപ്പ്യാണ് കൊടുക്കണ്ടേ. 2 ദിവസത്തെ മൈസൂർ യാത്ര 125 ഉറുപ്പ്യ. അപ്പൊ ടൂറിന്റെ ഇത് ക്ലാസ്സിൽ വായിച്ചപ്പോഴേ ഞാനേ ശ്രദ്ധിച്ചതല്ല. കാരണം ഒരു ദിവസം 15 ഉറുപ്പ്യ കൂലിക്ക് കൂലിപ്പണി എടുത്ത് ഞങ്ങൾ 9 മക്കളെ നോക്കാൻ മകനായ എനിക്കൊന്നും ജീവിതത്തിൽ ടൂറൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ടൂറ് കേട്ടതേ അല്ല. ഇടക്കിടക്ക് അധ്യാപകർ കുട്ടികളെ കൂട്ടാൻ വേണ്ടി മൈസൂരത്തെ ആ ചിത്രങ്ങളൊക്കെ ആയിട്ട് വന്നത് പാലസാണ്, ഇത് മറ്റേ ചാമുണ്ടിയാണ്, ഇത് ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പ്രലോഭിപ്പിക്കും. ഞാൻ അയിമക്ക് നോക്കലല്ല. കാരണം ആ ടൂർ എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ എന്നും കുട്ടികളെ കൂട്ടി ടൂറിന്റെ മെജ പറഞ്ഞ് സ്കൂളിൽ ഫുള്ള് ടൂർ തന്നെ. ഞാനത് കേൾക്കല്ല. ഞാനും ഇന്ന പോലത്തെ സാധുക്കളൊക്കെ വേഗം ഇറങ്ങിപ്പോരല്ല. ഒരു ദിവസം പറഞ്ഞ് നാളെയാണ് ടൂർ പോണേ. അപ്പൊ ഇന്ന് ഉച്ചക്ക് സ്കൂൾ വിടുകയാണ്. അപ്പൊ നമുക്ക് സന്തോഷം, ഉച്ചക്ക് പെരി പോകാലോ. അതിൽ മാഷ് പറഞ്ഞ് ടൂർ പോണ കുട്ടികൾ കുറച്ചേരം ഇവിടെ ഇരിക്കണം, അല്ലാത്തവരൊക്കെ പോയിക്കോളി പറഞ്ഞു. ഞാനൊക്കെ സന്തോഷത്തോടെ ബുക്ക് എടുത്ത് കണ്ട് പുറത്തേക്ക് ചാടിയപ്പോ മാഷ്, ഷാക്കിറോളാ ഈ പറഞ്ഞേ കേട്ടില്ലേ? എന്ത് കേട്ടില്ലേ? ടൂർ പോണ കുട്ടികള്. ഞാൻ പറഞ്ഞു, ഞാൻ ടൂർ പോണില്ലല്ലോ. നീ ടൂർ പോകണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ടൂർ പോകണില്ല, എന്റെ വാപ്പാന്റെ അടുത്ത് പൈസ അല്ല. മാഷ് പറഞ്ഞു, ഇന്നലെ അന്തിക്ക് എന്റെ വാപ്പ 125 ഉറുപ്പ്യ കൊണ്ടുവന്നു ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ അന്തം വിട്ട് സ്വപ്നത്തിൽ എന്ന പോലെ ഞാനൊരു ബെഞ്ചിന്റെ തലക്ക പോയിട്ട് അങ്ങനെ ഇരുന്ന് മാഷ് ടൂറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെ എടുക്കണ്ടേ, എപ്പോഴാ പോണ്ടേന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങനെ ഇരുന്ന്, പടച്ചോനെ ഇന്റെ മാഷ്ടിക്ക് പേച്ചതേക്കാരം ഞാനാവൂലെന്ന് ഉറപ്പിച്ച് ഞാനാവൂല, അത് മാഷ്ടിക്ക് ആള് മാറിയതാന്ന് ഉറപ്പിച്ച് അങ്ങനെ സ്കൂൾ വിട്ട് അവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ഞാൻ ആ പള്ളിയില് അസർ നിസ്കരിക്കാൻ വേണ്ടി ഹൗലിന്റെ അടുത്ത് ഇങ്ങനെ അന്തം വിട്ട് ഒന്നുകൊടുക്കുമ്പോഴേ എന്റെ വാപ്പ പണിയെടുക്കുന്ന തെങ്ങും തോട്ടത്തിന്റെ മുതലാളി ഒരു ആചാര്യുണ്ട്. ആ ആചാര് അപ്പുറത്ത് നിസ്കരിച്ച് ഇന്നെ വിളിപ്പളവാറിന് ഇത് ടൂറ് പോകണ്ടില്ലേ.
എനിക്ക് വിശ്വസിക്കേണ്ടല്ല. ഞാൻ മാഷും പറഞ്ഞു ആജിയത്, ഞാൻ പറഞ്ഞ് അങ്ങനെ മാഷ് പറഞ്ഞു ടൂറ് പോകണമെന്ന് പറഞ്ഞിക്കണ്, പൈസ വാപ്പ കൊടുത്തിക്കണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ആജിയത് ചോദിച്ചേ, എന്റെ വാപ്പ ടൂറ് പോകാൻ എങ്ങനെ പൈസ കൊടുത്താൽ എനിക്കറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല പറഞ്ഞു. ആജിയത് പറഞ്ഞേ, എന്റെ വാപ്പ ഇന്റെ അടുത്തുനിന്ന് 125 ഉറുപ്യ കടം വാങ്ങിക്കണം. ആ 125 ഉറുപ്യ കടം വീട്ടാന് 8 ദിവസം എന്റെ ബാപ്പ എന്റെ പറമ്പിൽ കൂലി വാങ്ങാതെ പണിയെടുക്കും. 8 ദിവസത്തെ കൂലി അഡ്വാൻസ് വാങ്ങിക്കണേ എനിക്ക് ടൂർ പോകാൻ. നീ 2 ദിവസം മൈസൂർ പോയി സുഖിക്കാൻ എന്റെ ബാപ്പ 8 ദിവസം കൂലി വാങ്ങാതെ എന്റെ പറമ്പിൽ പണിയെടുക്കുക കേട്ടോ, മറക്കണ്ട. വലിയതാവുമ്പോ ഓർത്തോളുണ്ടെന്ന് പറഞ്ഞ ആചാര്യ എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് കുറിച്ച് വെച്ചതാ. ഞാൻ വലുതാകുമ്പോ എന്റെ വാപ്പയോട് ഞാൻ അതിന് പ്രത്യുപകാരം ചെയ്യണമെന്നില്ലേ. നമ്മുടെ മക്കള് അവർ തീരുമാനിക്കണം. അത് അവർ തീരുമാനിക്കണമെങ്കിലേ നമ്മുടെ പെരുമാറ്റത്തിൽ അത് കാണണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്, അവരെ കൂടെ ഇരുത്തുന്നത്, അവരുടെ കവിളത്തൊരു ഉമ്മ കൊടുക്കുന്നത്, മുടിയടകളിൽ തലോടുന്നത്, അവർ രോഗിയാകുമ്പോ ഒലിച്ചിറങ്ങുന്ന കൊഴുത്ത ഉമിനീര് സ്വന്തം കൈകൊണ്ട് തുടച്ചു മാറ്റുന്നത്, അവരുടെ മലമൂത്ര വിസർജനങ്ങൾ പോകുമ്പോ സ്വന്തം കൈകൊണ്ട് അത് കഴുകി വൃത്തിയാക്കുന്നത് നമ്മുടെ മക്കൾ കാണട്ടെ. അല്ലെങ്കിൽ അറപ്പുള്ള ഒരു ലോകത്ത് നാളെ നമ്മൾ കുഴഞ്ഞു കിടക്കുമ്പോ നമ്മുടെ മക്കൾ വിട്ടുനിൽക്കും. പുണ്യം നിറഞ്ഞ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ കുടുംബത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ്. ആ വീടിന്റെ വരാന്തയിൽ സന്തോഷം നിറഞ്ഞ എന്റെ മക്കളെ കുറിച്ച് സംതൃപ്തമായ മനസ്സോടെ ജീവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആ വീട് മനോഹരമാണ്. ഇനിയുണ്ട് കാരണങ്ങൾ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇടപാടുകൾ എങ്ങനെയാവണം, മക്കൾ എങ്ങനെയാവണം. നമ്മുടെ സമയം അതിനനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുടുംബത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താണ് എന്ന് പഠിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ശരിക്കും മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൽ സ്വഭാവിയല്ലാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ളവൻ സ്വന്തം ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. എന്റെ സഹോദരന്മാരെ, നാട്ടുകാരോടൊക്കെ ചിരിച്ചു കളിച്ച് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി ജീവിച്ചിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യയുടെ മുമ്പിൽ കടുന്നല് കുത്തിയ മുഖവുമായിട്ടാണ് നിങ്ങൾ കയറി ചെല്ലുന്നത് എങ്കിൽ സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നിങ്ങളെ ഭാര്യമാരോടാണ്, മറക്കരുത്. ഭാര്യമാരെ, അള്ളാന്റെ ഹബീബ് പറയണേ, ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേറെ ഒരു മനുഷ്യന് അനുവാദം കൊടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യമാരോട് ഭർത്താക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു. അത്ര കടപ്പാടുണ്ട്. ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ ഭർത്താവിനോട് ചോദിക്കാതെ ഒരു ഭാര്യ സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല. നോമ്പ് എന്നൊക്കെ പറഞ്ഞ എത്ര കൂലുള്ള കാര്യ, പക്ഷെ ഭർത്താവിനോട് ചോദിക്കണം, നാളെ ഞാൻ നോമ്പ് നോൽക്കട്ടെ. അത്ര ഉണ്ട് കടപ്പാട്. അത് വളരെ വിശാലമായ ഒരു ലോകമാണ്. നമുക്കിന്ന് എനിക്ക് പോവേണ്ടതുണ്ട്, പലർക്കും പോവേണ്ടതുണ്ട്, സമയത്തിന്റെ പ്രയാസമുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ്സും ആരോഗ്യവും അവസരങ്ങളും നമുക്ക് നൽകുന്നുവെങ്കിൽ നമുക്ക് ഇനിയും കേൾക്കാനും പറയാനും ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. സുന്ദരമായ സമാധാനം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കുടുംബത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. കുടുംബത്തിൽ നിന്നും ആട്ടിയകറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് പ്രയാസപ്പെട്ട് നെഞ്ചുപൊട്ടി ജീവിക്കുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ അവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ നമുക്ക് കൺകുളിർമയായി അള്ളാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. നമ്മളെ വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നുണ്ടാവാതെ അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ പരലോകത്തെ അള്ളാഹു വെളിച്ചത്തിൻ്റെതാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ രോഗികളാണ്, വൃദ്ധന്മാരാണ്, പ്രയാസപ്പെടുന്നവരാണ്. അള്ളാഹുവേ, അവർക്ക് നീ ശിഫ നൽകണമേ റബ്ബേ, സമാധാനം നൽകണമേ റബ്ബേ, ഞങ്ങളെക്കുറിച്ച് തൃപ്തി നൽകണമേ റബ്ബേ. ആ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ റബ്ബേ. അള്ളാഹുവേ, മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണവർ. അള്ളാഹുവേ, അവർക്ക് നീ ശിഫ നൽകണമേ റബ്ബേ. വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകണമേ റബ്ബേ. ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, സാമ്പത്തികമായ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹുവേ, ബർക്കത്ത് നൽകണമേ റബ്ബേ. അള്ളാഹുവേ, അവരുടെ സമ്പത്തിലും വരുമാനത്തിലും വിശാലത കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവേ, കുടുംബത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്.
അല്ലാഹുവേ അവർക്ക് നീ കുടുംബത്തിൽ നിന്ന് സമാധാനം നൽകണമേ റബ്ബേ. അല്ലാഹുവേ മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്, അല്ലാഹുവേ സ്വാലിഹായ മക്കളെ നൽകണമേ റബ്ബേ. അല്ലാഹുവേ മക്കൾ വഴിപിഴച്ചു പോകുന്നതിൽ വേവലാതിപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളായി വളർത്തേണമേ റബ്ബേ. അല്ലാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ നിന്ന്, മാനക്കേടിൽ നിന്ന്, കടത്തിന്റെ വർധനവിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ തൗബ ചെയ്യുവാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, മാതാപിതാക്കളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണമേ റബ്ബേ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.